പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലോകം ആസകലമുള്ള ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം ഈ വചനവിരുന്നിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, തമ്പുരാൻ്റെ വചനമാകുന്ന വിത്താണ് ഈ വചനദീപ്തിയിലൂടെ വിതയ്ക്കുന്നത്. ആ വിത്ത് നമുക്കറിയാം, ആ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിതക്കാരൻ്റെ ഉപമയിൽ. അത് ചിലതെല്ലാം കഠിനമായ സ്ഥലത്ത് പോയി വീഴുന്നു, ചിലതെല്ലാം പാറയിൽ ചെന്ന് വീഴുന്നു, ചിലതെല്ലാം മുൾച്ചെടികളിൽ ചെന്ന് പതിക്കുന്നു, ചിലതെല്ലാം നല്ല നിലത്ത് പതിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, വരമ്പത്ത് വീണതും പാറയിൽ വീണതും മുൾച്ചെടികളിലൊക്കെ വീണതും അവിടെയൊന്നും ഫലങ്ങളുണ്ടാകുന്നില്ല, അവിടെയൊന്നും വിളവുണ്ടാകുന്നില്ല. ചിലതെല്ലാം ഒന്നും തന്നെ വരമ്പത്ത് വീണത് അപ്പോൾ തന്നെ അതില്ലാതാവുകയാണ്. പിന്നെ നമ്മൾ വായിക്കുന്നത് പാറയിൽ വീണത് പെട്ടെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന പെട്ടെന്നുള്ള ഒരു വലിയൊരു താല്പര്യം, വലിയ ആവേശം. എന്നാൽ അതെല്ലാം അടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അടങ്ങും. അതുപോലെ തന്നെയാണ് മുൾച്ചെടികളിൽ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ. കർത്താവ് തന്നെ ഇതിൻ്റെയൊക്കെ കൃത്യമായുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വചനത്തെ ഞെരുക്കുന്ന അവസ്ഥകൾ. എന്നിട്ട് പറയുകയാണ്, അത് നല്ല നിലത്ത് വീണ വചനം അത് 60 മേനി 100 മേനിയെല്ലാം ഫലമുണ്ടാക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ 60 മേനി 100 മേനിയുമൊക്കെ ഉണ്ടാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ല നിലത്ത് വീഴണം വചനങ്ങളെല്ലാം. നല്ല നിലത്ത് വീഴുക എന്ന് വെച്ചാൽ ഈ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് നമ്മളാണ്. ഹൃദയമാകുന്ന വയലിനെ രൂപപ്പെടുത്തുന്നത് നമ്മളാണ്. നമ്മൾ ഹൃദയത്തിനെ എങ്ങനെ രൂപപ്പെടുത്തി നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും വചനം നമ്മിലേക്ക് കടന്നു വരിക. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുമ്പോൾ ആ വചനം നമ്മിലേക്ക് കടന്നു വരികയും അത് 100 മേനിയോ 60 മേനിയൊക്കെ വിളവ് നൽകുകയും ചെയ്യും. അപ്പം അതിനാൽ നല്ല നിലത്ത് വീണ ആ വിത്ത് ഫലം നൽകിയതുപോലെ നമുക്കൊക്കെ ഫലം നൽകാനായിട്ട് 100 മേനി നൽകാനായിട്ട് കർത്താവ് നമ്മയൊക്കെ സഹായിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു തിരുവചനം ഇതാണ്: ദൈവം കൃത്യസമയത്ത് ഇടപെടുമെന്നാണ്. ദൈവത്തിൻ്റെ സമയം കൃത്യസമയമാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായിട്ട് കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. തന്നെ കാത്തിരിക്കുന്നവർക്കും തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം തന്നെ. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായിട്ട് കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. കൃത്യസമയത്ത് കർത്താവ് ഇടപെടും. തക്ക സമയത്ത് കർത്താവ് ഇടപെടും. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ക്ഷമയോടെ നമുക്ക് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കാരണം ദൈവം പ്രവർത്തിക്കുന്നവനാണ്. കൃത്യസമയത്ത് ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അത് എൻ്റെ സമയത്തോ മറ്റുള്ളവരുടെ സമയത്തോ ഒന്നുമല്ല. ദൈവത്തിന് അറിയാം ഏത് സമയത്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് തമ്പുരാൻ അറിയാം.
ആ കൃത്യമായ സമയത്ത് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 38-ാം തിരുവചനം വളരെയധികം സന്തോഷം നൽകുന്നൊരു വചനമാണ്. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്നുകൊണ്ട് ഹബ്കുക്ക് പ്രവാചകനോട് പറയുന്നുണ്ട്, അതേ, ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുന്നവരെ അങ്ങ് ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അത് പറയാനുള്ള കാരണം, പശ്ചാത്തലം ഇതാണ്. നമുക്കറിയാം, ഈ സൈറസ് രാജാവ് നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ബാബിലോണിലെ സിംഹക്കുഴിയിലാണ് ദാനിയേൽ. അവിടെ 7 സിംഹങ്ങളുണ്ടായിരുന്നു. 6 ദിവസമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 7 സിംഹങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരങ്ങളൊന്നും 2 മനുഷ്യൻ്റെ ശരീരവും 2 ആടിനെയൊക്കെ കൊടുക്കുമായിരുന്നു ദിവസവും. പക്ഷെ കൊടുക്കുന്നില്ല. ദാനിയേലിനെ എങ്ങനെയെങ്കിലും ഉടനെ അടിച്ചു കൊന്നു തിന്നണം എന്നായിരുന്നു ദാനിയേലിനെ ഇട്ടവരുടെയൊക്കെ, രാജാവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ ആഗ്രഹം. കാരണം അവൻ അവിടുത്തെ ബേലിനെ കൊന്നു, വ്യാളത്തെ കൊന്നു, അതിൻ്റെ പുരോഹിതന്മാരെ കൊന്നു. അതുകൊണ്ട് ദാനിയേലിനോട് വലിയ ദേഷ്യമായിരുന്നു. സ്നേഹമുള്ളവരെ, എന്നാൽ ദാനിയേലിന് വിശന്നു എന്ന് കണ്ടപ്പോൾ ദൈവം വെറുതെ ഇരുന്നില്ല. ദൈവം ഹബ്കുക്ക് പ്രവാചകൻ വയലിൽ തൻ്റെ ജോലിക്കാർക്ക് അപ്പവും കറിയുമായിട്ട് പോവുക. യൂദാദേശത്തെ ആണ് നടക്കുന്നത്. പക്ഷെ അവൻ പോകുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് ബാബിലോണിൽ സിംഹക്കുഴിയിലായിരിക്കുന്ന ദാനിയേലിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സിംഹക്കുഴി അറിയില്ല, ബാബിലോണും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ മുടുക്കി പിടിച്ച് അവനെ കൊണ്ടുപോയി സിംഹക്കുഴിയുടെ മുമ്പിലാക്കി. അവൻ പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ദൈവം തന്ന ഭക്ഷണം നീ കഴിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കുകയാണ്. വിശന്നപ്പോൾ ഓർമ്മിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാലോ, ആ സിംഹക്കുട്ടികളൊക്കെ അവന് ചുറ്റും നിൽക്കുക, ഒന്നും ചെയ്യുന്നില്ല, കാവൽക്കാരായിട്ട് നിൽക്കുക. സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. സങ്കീർത്തനത്തിൽ ഇതാണ് 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാവില്ല. ഇത് സിംഹക്കുട്ടികൾക്ക് ഒരു ഇരയും കിട്ടിയില്ല. എന്നാൽ കർത്താവിനെ അന്വേഷിച്ച, കർത്താവിനെ സ്നേഹിച്ച ദാനിയേലിന് കൃത്യസമയത്ത് അവന് വിശന്നപ്പോൾ ദൈവം ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, രാജാവ് വന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ദാനിയേലിൻ്റെ ദൈവമാണ് സത്യമായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിനെ രക്ഷിക്കുന്നതും അവരെയൊക്കെ ശിക്ഷിക്കുന്നതും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, കൃത്യസമയത്ത് തക്ക സമയത്ത് ഓർമ്മിക്കുന്ന ഒരു ദൈവമാണ്, ഇടപെടുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഉണ്ടായ ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ എനിക്ക് ഡിപ്ലോമയെല്ലാം പഠിച്ച് കുറേ നാൾ കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടാതിരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിന് ഗുജറാത്തിൽ പോയി 300 വേക്കൻസി ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. നിരാശയോടെ ആണ് വന്നത്. പോയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഗുജറാത്തിലേക്ക് പോയത്. വളരെ വിഷമിച്ച് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. കാരണം അമ്മയുടെ കമ്മൽ പോലും പണയം വെച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ജോലി കിട്ടിയില്ല, തിരിച്ചു വന്നു. പിന്നീട് ആപ്ലിക്കേഷൻ അയക്കാൻ പോലും അപ്പൻ പൈസ തരാതെയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ജോലി മദ്രാസിലെ അതേ കമ്പനിയുടെ തന്നെ ഒരു 5 വേക്കൻസി, അന്ന് 300 വേക്കൻസി ഉണ്ടായിരുന്നു, ഇത് 5 വേക്കൻസി ഉള്ളൂ. 5 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി വന്നു. അപ്പം പറഞ്ഞു, അത് കിട്ടിയില്ല, പിന്നെ നിനക്കിത് കിട്ടും, ഒരു പൈസ അപേക്ഷ അയക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞു. വളരെ കഷ്ടമുള്ള ഒരു അവസ്ഥയിലായി ഞാൻ. എന്നാൽ എങ്ങനെയോ മറ്റുള്ളവരുടെ കടം വാങ്ങിച്ച് അപേക്ഷ അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഇൻ്റർവ്യൂ കാർഡ് വന്നപ്പോൾ ആ വീട്ടിൽ ഒരു സന്തോഷമുണ്ടായി. ഇൻ്റർവ്യൂ കാർഡ് വന്നു. കാരണം ഞങ്ങൾ ഉണ്ടാക്കി വേറെ സ്ഥലത്ത് നിന്ന് വിറ്റാണ് വേറെ സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ വീട് പണിത് പൂർത്തിയായിട്ടുള്ളൂ. ആ പൂർത്തിയായപ്പോഴേക്കും അതും വിൽക്കേണ്ട അവസ്ഥയിലാണ്. കാരണം മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ല, ആ അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾക്ക് ഒരു വീണ് കിട്ടിയ ഒരു തുരുമ്പ് എന്ന പോലെയാണ് ഈ ഇൻ്റർവ്യൂ കാർഡ് കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാർഡും കൊണ്ട് വില്ലിപ്പൻ്റെ വീട്ടിലേക്ക്, അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ആരോ ചെന്നു, നമ്മുടെ പിള്ളേർ ചെന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ONGCയിൽ ഇൻ്റർവ്യൂ കാർഡ് ചേട്ടന് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു മരാശ്ശേരി ഉണ്ടായിരുന്നു, സത്യൻ എന്ന് പറഞ്ഞ ഒരു മരാശ്ശേരി. അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു, എവിടെയാണ് ONGC? അങ്ങനെ ONGC അവന് കൃത്യമായിട്ട് പറയാനറിയില്ല. അവൻ പറഞ്ഞു ONGC അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജോലിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ടല്ലോ, അവിടെ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അറിയാം, അവർക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഗുണമുണ്ടാവും എന്തെങ്കിലും. എന്നിട്ട് സ്നേഹമുള്ളവരെ, എന്നിട്ട് അപ്പോൾ അപ്പനും അമ്മയ്ക്കും സന്തോഷമായി. അപ്പനും അമ്മയും ഞാനും കൂടി ഈ ആശ്ചര്യം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ആ ഓഫീസറുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ, കാര്യങ്ങൾ കണ്ടപ്പോൾ ആ ഓഫീസർ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി ഒന്നും അന്വേഷിക്കേണ്ട, ഇവൻ്റെ കാര്യം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഏറ്റെടുത്തു. പിന്നീട് ഇൻ്റർവ്യൂവിന് ഞാൻ മദ്രാസിലേക്ക് പോകുന്നു. മദ്രാസിൽ അവിടെ എൻ്റെ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓഫീസർ അതിന് മുമ്പായിട്ട് എന്നെ വന്ന് പരിചയപ്പെടുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 5 പേര് മാത്രമേ അവരെടുക്കുന്നുള്ളൂ. ഒരുപാട് ഡിസ്റ്റിങ്ഷനും വലിയ മാർക്കുകാരും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്താൽ, സഹായത്താൽ എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലിയിൽ എനിക്ക് അവസാനം വരെ ജോലിയിൽ നിന്ന് എനിക്ക് ജനറൽ മാനേജറായിട്ട് എനിക്ക് വിരമിക്കാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ആ കൃത്യസമയത്ത് ആ ആശേരി ആ വല്യപ്പൻ്റെ വീട്ടിൽ, അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവൻ ജോലി ചെയ്യാനായിട്ട് വന്നു. അവൻ കേട്ടു. അവൻ കേട്ടപ്പോഴാണ് മാറ്റങ്ങളുണ്ടായത്. അവൻ കേട്ടു, പറഞ്ഞു. ഇല്ലെങ്കിൽ ആ ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല. സ്നേഹമുള്ളവരെ, ദൈവം കൃത്യസമയത്ത് ഇടപെടുന്നവനാണ്, തക്ക സമയത്ത്. അതുകൊണ്ടാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതമെല്ലാം, കുടുംബമെല്ലാം മുന്നോട്ടേക്ക് വർഷങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ്. കാരണം മറ്റൊരു വഴിയുമില്ലായിരുന്നു. അവസാനം കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത്. ആ കച്ചിത്തുരുമ്പ് ദൈവം ഇതില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ദൈവം ആ സമയത്ത് ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം പിന്നീട് ഞങ്ങളെ സഹോദരന്മാർക്ക് നല്ല ജോലി, ബിസിനസ്സും ജോലിയൊക്കെ ആയി അങ്ങനെയൊക്കെ നന്നായി പോന്നു. ദൈവം സഹായിച്ചു. സ്നേഹമുള്ളവർ, തക്ക സമയത്ത് ഇടപെടുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വായിച്ചു നോക്കാം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 4, 5, 6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു മൊർദെഖാ എന്ന് പറഞ്ഞൊരു യഹൂദനുണ്ട്. ഈ യഹൂദൻ ദൈവത്തെ മാത്രം ആരാധിക്കുകയുള്ളൂ, ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവനെ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമയായിട്ട് കൊണ്ടുവന്നതാണ്. എങ്കിലും അവൻ്റെ സത്യസന്ധതയൊക്കെ കണ്ട് രാജാവ് അവനെ രാജകൊട്ടാരത്തിൽ പണിക്ക് വെച്ചിരിക്കുക. അവൻ രാജകൊട്ടാരത്തിൽ അവിടെ ഇരിക്കുമ്പോൾ, അവിടെ ഈ മൊർദെഖായി ഇരിക്കുമ്പോൾ അവിടെ ഒരു സേനാനായകനുണ്ട്, ഹാമാൻ എന്നാണ് അവൻ്റെ പേര്. ആ സേനാനായകൻ കടന്നു വരുമ്പോൾ ഇവൻ കൈ കൂമ്പുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇത് അവന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അവസാനം ഈ ഹാമാൻ എന്ന സേനാനായകൻ, ഇവനൊരു യഹൂദനാണെന്നറിയാം, ഇവനെ മാത്രമല്ല ഇവൻ്റെ വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഇവനെ തന്നെ ആദ്യം തന്നെ ഇവനെ വകവരുത്താനായിട്ട് തീരുമാനിച്ചുകൊണ്ട് അവൻ ഈ ഹാമാൻ അഹസ്വേരോസ് രാജാവ് ആ രാജാവിൻ്റെ അടുത്തേക്ക് അവൻ പോകാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആ പോകുന്നതിന് മുമ്പ് നീ ഒരു കഴുമരം തൂക്കാൻ പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു കഴുമരം 50 അടി ഉയരമുള്ള ഒരു കഴുമരമൊക്കെ ഉണ്ടാക്കി വെച്ചു അവിടെ. കാരണം ആരെ തൂക്കാൻ? മൊർദെഖാനെ. കാരണം എന്ത് സേനാനായകൻ പറഞ്ഞാലും രാജാവ് അത് ചെയ്യും. അതുകൊണ്ട് വീടിന് മുന്നിൽ 50 അടി ഉയരമുള്ള കഴുമരം തൂക്കി വെച്ചു. പോയി രാജാവിൻ്റെ അടുത്തേക്ക് ആ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. രാജാവ് പറഞ്ഞു, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം രാജാക്കന്മാർ വായിക്കുന്ന പുസ്തകമാണത്, ദിനവൃത്താന്ത പുസ്തകം. കാരണം ചരിത്രങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. ആ പുസ്തകം വായിച്ചപ്പോൾ മൊർദെഖാ പണ്ട് ഒരു രാജാവിനെ കൊല്ലാനായിട്ട് അവർ പദ്ധതിയിട്ടപ്പോൾ എങ്ങനെയാണ് മൊർദെഖാ രക്ഷിച്ചത് എന്നെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി മൊർദെഖായുടെ പേരിൽ. ഹാമാൻ മൊർദെഖായെ കൊല്ലാൻ വേണ്ടി പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. വരുന്ന സമയത്ത്
രാജാവ് ഈ ഹാമാനോട് ചോദിക്കുക, ഹാമാനെ, രാജാവ് പ്രീതി തോന്നിയ ആൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഹാമാൻ നിശ്ചയമായി നിശ്ചയിച്ചു, ഇത് എനിക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഹാമാൻ പറഞ്ഞു, അവനെ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജാവിൻ്റെ കുതിരയുടെ പുറത്ത് കയറ്റി എല്ലാവരും പെരുമ്പറയെല്ലാം അടിച്ച് അവനെ പട്ടണമധ്യത്തിൽ പോയി അവനെ സ്തുതിക്കണം, അവനെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെ തന്നെയാവട്ടെ, ആ കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന മൊർദെഖായെ നീ അപ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ലഭ്യനായിത്തീർന്നു. പിന്നീട് നാം വായിക്കുന്നത് എസ്തേർ രാജ്ഞി രാജാവിന് ഒരു വിരുന്നൊരുക്കുകയും ആ വിരുന്നൊരുക്കിയിട്ട് എസ്തേർ രാജ്ഞി പറയുകയാണ്, എസ്തേർ എന്ന് പറയുന്നത് ഒരു യഹൂദ സ്ത്രീയാണ്, മൊർദെഖായിയുടെ ചേട്ടൻ്റെ മകളാണ്, ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് രാജാവ് പ്രീതി തോന്നി രാജ്ഞിയാക്കിയതാണ്. അപ്പോൾ അവൾ രാജ്ഞി വിരുന്നൊരുക്കി, രാജാവ് സംപ്രീതനായി. രാജാവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അവൾ പറഞ്ഞു, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഹാമാൻ ശ്രമിക്കുന്നു, ഹാമാൻ വളരെ ക്രൂരനായി പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് കോപപ്പെട്ടു. പിന്നീട് രാജാവ് ദേഷ്യപ്പെട്ട് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ അത് രാജ്ഞിയുടെ അടുത്ത് കാലുമേ പിടിച്ച് നിൽക്കുന്ന ഹാമാനെ കാണുന്നത്. അപ്പോൾ രാജാവ് വിചാരിച്ചു രാജ്ഞിയെ ആക്രമിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് രാജാവ് ഉടനെ തന്നെ പറഞ്ഞു, അതെ, ഇവനെ കൊണ്ടുപോയി കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ ഷണ്ടന്മാർ പറഞ്ഞു, അതെ, കഴുമരം ഇവിടെ തന്നെയുണ്ട്, ഹാമാൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, കഴുമരം തൂക്കിയിട്ടുണ്ടത് 50 അടി ഉയരമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിൽ തന്നെ അവനെ തൂക്കുക. മൊർദെഖായ്ക്ക് വേണ്ടി വെച്ച കഴുമരം, അതെ, ഹാമാനെ തന്നെ തൂക്കി. സ്നേഹമുള്ളവരെ, കൃത്യമായ സമയത്ത് ഇടപെടുന്നതാണ് ദൈവം. നമുക്കറിയാമല്ലോ, ആ ദിനവൃത്താന്ത പുസ്തകം കർത്താവിന് ഈ നമ്മുടെ രാജാവിന് ഉറക്കം വരാതിരിക്കുന്നതും ആ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞ സമയം, ആ സമയമാണ് കൃത്യമായ സമയം. ആ സമയത്ത് കർത്താവ് കൃത്യമായിട്ട് പ്രവർത്തിക്കും. സ്നേഹമുള്ളവർ, ഇത് നാം തിരിച്ചറിയുക. നമ്മുടെ കർത്താവ് മുൻപേയും വരില്ല പിമ്പിലും വരില്ല എന്ന കർത്താവ് കൃത്യസമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ അബ്രഹാത്തിൻ്റെ ബലി, ആ അബ്രഹാത്തിൻ്റെ തൻ്റെ ഏകപുത്രനെ ബലി അർപ്പിക്കാൻ പോയപ്പോഴും നമ്മൾ അറിഞ്ഞു. കാരണം മോറിയ മലയിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്ന് കിടത്തുന്നു. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അവന് വേണ്ടി കല്ലുകളൊക്കെ പെറുക്കി ബലിയൊക്കെ പീഠമുണ്ടാക്കി വിറകുകളൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചു. മകനെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കയറ്റുന്നു. എന്നിട്ട് കത്തിയെടുക്കുന്നു, ഓങ്ങുന്നു. അപ്പോഴാണ് തമ്പുരാൻ പറയുന്നത്, അരുത് മകനെ, നീ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, കൃത്യമായ സമയത്താണ്. എന്നാൽ ബലിപീഠം ഉണ്ടാക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, വിറകെടുത്ത് പെറുക്കി വയ്ക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, കുട്ടിയെ പിടിച്ച് കിടത്തുമ്പോഴും പറഞ്ഞില്ല. കൃത്യമായ സമയത്ത് കർത്താവ് ഇടപെട്ടു. പിന്നീട് അവൻ നോക്കിയപ്പോഴാണ് ഒരു മുട്ടാടിനെ, അതെ, ഒരു മുൾച്ചെടിയിലെ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാടിനെ കണ്ടത്. അതിനെടുത്ത് ബലിയർപ്പിച്ചു. ദൈവത്തിൻ്റെ സമയം കൃത്യമായ സമയം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതെ, യാക്കോബ് ശ്ലീഹയെ ആൾറെഡി കൊന്നു കഴിഞ്ഞു ഹെറോദ രാജാവ്. പിന്നീട് പത്രോസിനെ കൊല്ലാനായിട്ട് പദ്ധതി ഇടുക. അത് കൃത്യമായിട്ട് പദ്ധതിയാണ്. കാരണം യഹൂദരെ ഈ സന്തോഷിപ്പിക്കുമെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും. അതുകൊണ്ട് പത്രോസ് ശ്ലീഹയെ കൊല്ലുന്നതിന്, അവരെ ശിഷ്യപ്രധാനിനെ കൊല്ലുവാനായിട്ട് എല്ലാവിധ സംരംഭങ്ങളും ഒരുക്കി. അതിന് പറ്റിയ ജയിലിലും തയ്യാറാക്കി. എന്നാൽ ജയിലൊക്കെ തയ്യാറാക്കി, ഭടന്മാരെയൊക്കെ വെച്ചു, എല്ലാം സുരക്ഷിതമാക്കി ഒക്കെ ചെയ്തു. എന്നാൽ വിചാരണ ചെയ്ത് പിറ്റേ ദിവസം കൊല്ലും. ആ വിചാരണ ചെയ്യുന്നതിൻ്റെ തലേദിവസം രാത്രി അവിടെ കൃത്യമായിട്ട് കർത്താവ് ഇടപെടുകയാണ്. കർത്താവിൻ്റെ ദൂതൻ ആ ജയിലിലേക്ക് കടന്നു ചെല്ലുകയാണ്. ജയിലിൽ ചെന്ന് അവിടെ പ്രകാശം നിറഞ്ഞു. അവൻ്റെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു. അവന് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പത്രോസ് ഇതൊക്കെ കാണുന്നത്. പത്രോസിന് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. അവനോട് പറഞ്ഞു, പാദരക്ഷ അണിയാൻ പറഞ്ഞു, നിൻ്റെ അരമുറുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൈവദൂതൻ്റെ പിന്നാലെ പോയി. എല്ലാ ഇരുമ്പുവാതിലുകളും തുറക്കപ്പെട്ടു. അവൻ പുറത്തേക്ക് പോയി. അവൻ ഒരു തെരുവ് കഴിഞ്ഞപ്പോഴാണ് അവന് സുബോധം ഉണ്ടായത്. അപ്പോൾ ഈ ദൈവദൂതനെയും കാണാനില്ല. അങ്ങനെയാണ് ഇവന് മനസ്സിലായത്, ഈ യഹൂദരുടെ വ്യാമോഹങ്ങളിൽ നിന്നും ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നും കർത്താവിനെ രക്ഷിച്ചു എന്ന് അവന് മനസ്സിലായത്. അപ്പോഴാണ് അവൻ ചെന്ന് കയറുന്നത് ഒരു മറിയത്തിൻ്റെ വീട്ടിലേക്കാണ്. നമ്മുടെ യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക്. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. പത്രോസിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പത്രോസിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണമാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളും. എന്നിട്ട് അവിടെ ചെന്ന് അവൻ മുട്ടി വിളിക്കുമ്പോൾ വേലക്കാരി സ്വരം കേട്ടപ്പോൾ സന്തോഷമായിട്ട് അകത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പത്രോസ് ദൈവം വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവർ പ്രാർത്ഥന പത്രോസിനെ മോചിപ്പിക്കാനാ. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വാസം വന്നില്ല.
ഇതാണ് ഇന്നും നമ്മുടെയും പ്രശ്നങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വിശ്വാസം പോരാ, ഉറപ്പ് പോരാ. പറയുന്നുണ്ട് ഇതേ പത്രോസ്, അവൻ നിനക്ക് ഭ്രാന്താണ്, അവൻ്റെ വല്ല കാവൽക്കാരനൊക്കെ ആയിരിക്കാം. എന്നാൽ സ്നേഹമുള്ളവരെ, പത്രോസ് തന്നെയാണ് വന്നതെന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നു. അപ്പോൾ അത് കൃത്യമായുള്ള മറുപടി അവർ ആ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ കൊടുക്കുന്നു. നമ്മളൊരു ദൈവത്തിൻ്റെ സമയം അവിടെ കൃത്യമായ സമയം. ഇവർ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എന്നെ കർത്താവ് ഇടപെടുന്ന സമയം നോക്കി, ആ പരസ്യവിചാരണയുടെ തലേ ദിവസം രാത്രി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്ര കൃത്യമായിട്ടാണ് കർത്താവിൻ്റെ ജോസഫിനെ പ്രധാനമന്ത്രിയാക്കുന്നത്. കൃത്യമായ സമയത്താണ്. അവന് ജയിലിലാക്കിയത് നമുക്കറിയാം. ജയിലിലാക്കി അവനെ, കാരണം അവന് അവിടെയുള്ള അസൂയ നിമിത്തം അവിടെ പൊത്തീഫറിൻ്റെ ഭാര്യ ചെയ്തത് ഉള്ള വൃത്തികേടിന് അവൻ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അവനെ ജയിലിലാക്കി. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ സത്യസന്ധനായിട്ടാണ് അവൻ ജീവിച്ചത് അവിടെ. പക്ഷേ അവിടെ അവൻ അങ്ങനെ ജീവിച്ചപ്പോൾ അവന് അവിടെ ആ ജയിലിലെ എല്ലാ അധികാരങ്ങളും അവനാണ് കൊടുത്തിരുന്നത്. അവനോട് ചെയ്യാൻ പറഞ്ഞു, കാരണം അവൻ സത്യസന്ധനായിരുന്നു. അപ്പോൾ പാനപാത്രവാഹകനും അവിടെ ജയിലിലേക്ക് വന്നു, പാചകക്കാരനും വന്നു. അവർ തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടുപേരും. അപ്പോൾ പാനപാത്രവാഹകൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. അവൻ പറഞ്ഞു, ഞാനൊരു മുന്തിരിയുടെ വള്ളി കണ്ടു, 3 ശാഖയുണ്ട്, അതിനകത്ത് പഴങ്ങളുണ്ട്, എന്നിട്ട് അതിന് ചാറ് എടുത്ത് നമ്മുടെ രാജാവിന് പാനപാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന സ്വപ്നം കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് പറഞ്ഞു, അത് 3 ഇങ്ങനെ നീ കണ്ട ആ 3 ശാഖ, മുന്തിരിച്ചെടിയിലെ 3 ശാഖ എന്നുള്ളത് 3 ദിവസങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ 3 ദിവസങ്ങൾക്കുള്ളിൽ അവനെ തിരിച്ച് ഫറവോ ജോലിയിലെടുക്കുകയും അവൻ പാനപാത്രവാഹകനാകുകയും ചെയ്തു. അവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ നമ്മുടെ ജോസഫ് പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നീ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ, എന്നെ ഒന്ന് സഹായിക്കാൻ നീ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൻ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ മറന്നുപോയി, അവൻ അതൊക്കെ ഓർത്തുമില്ല. എന്നാൽ ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കാണുന്ന ഇപ്രകാരമാണ്: 7 കൊഴുത്ത പശുക്കൾ നൈൽ നദിയിൽ നിന്ന് കയറി വരുന്നു, പിന്നീട് 7 മെലിഞ്ഞ പശുക്കൾ കയറി വരുന്നു, എന്നിട്ട് ഈ മെലിഞ്ഞ പശുക്കൾ ഈ കൊഴുത്ത പശുക്കളെ തിന്നുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാകുന്നില്ല. എല്ലാവരും കൊട്ടാരത്തിൽ എല്ലാവരും നോക്കിയിട്ടും അതിൻ്റെ ശരിയായ വ്യാഖ്യാനം കിട്ടുന്നില്ല. അതുപോലെ രാജാവിന് വേറെ സ്വപ്നം ഉണ്ടായി, 7 നല്ല കതിരുകളും 7 മോശപ്പെട്ട കതിരുകളും, എന്നിട്ട് മോശപ്പെട്ട കതിരുകൾ നല്ല കതിരുകൾ തിന്നുന്നതായിട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് പാനപാത്രവാഹകൻ 41-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയിൽ 41-ാം അധ്യായത്തിൽ അപ്പോഴാണ് അവൻ ഓർക്കുന്നത്, അതെ എന്നോട് പറഞ്ഞ ഒരാളുണ്ട്, ജോസഫുണ്ട്, സ്വപ്നങ്ങൾ എനിക്ക് വ്യാഖ്യാനിച്ചു തന്ന ജോസഫുണ്ട്, ജോസഫ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഉടനെ തന്നെ ആ സമയം നോക്കി രാജാവിനോട് പറഞ്ഞു. രാജാവ് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്ന് അതേ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് കഷ്ടമുള്ള 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതിനു മുമ്പ് നല്ല സമ്പൽ സമൃദ്ധിയായ 7 വർഷങ്ങളുണ്ടാകും. അതുകൊണ്ട് സമ്പത്തൊക്കെ ശേഖരിച്ച് വയ്ക്കുക, ദരിദ്രമായ കഷ്ടപ്പാടുള്ള സമയത്തിലേക്ക് ശേഖരിച്ച് വയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോൾ രാജാവിന് ഇഷ്ടമായി. അങ്ങനെ രാജാവ് അവനെ പ്രധാനമന്ത്രിയാക്കി. സ്നേഹമുള്ളവരെ, കൃത്യമായ സമയത്താണ് പാനപാത്രവാഹകൻ ഇത് ഓർത്തെടുത്തത്. ജോസഫ് പറഞ്ഞത് ഓർത്തത് അപ്പോഴാണ് കൃത്യമായിട്ട് രാജാവിനോട് പറയാനായിട്ട്. മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ എഫക്റ്റൊന്നും ഉണ്ടാകുമായിരുന്നില്ല, രാജാവ് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നില്ല. എന്നാൽ രാജാവ് സ്വപ്നം കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ, അത് രാജാവിൻ്റെ ആ സ്വപ്നം കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവൻ എത്തേണ്ട ആ ഉയരങ്ങളിലെത്തി, ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി തീർന്നു. അതിനാൽ സ്നേഹമുള്ളവരെ, തക്ക സമയത്ത് ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ശാന്തമായിട്ട് കാത്തിരിക്കുക. ദൈവത്തിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്ന ഉത്തമം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. അതിനാൽ സ്നേഹമുള്ളവരെ, നമ്മൾ ലജ്ജിക്കേണ്ടി വരില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരില്ല. അതിനായിട്ട് നമുക്ക് നമ്മുടെ സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.